അങ്ങനെ അയൽവാസികൾക്കൊക്കെ മുട്ടായി കൊടുത്തു വന്ന്. ഇനിയിപ്പോൾ എന്താ ഇട്ട് കയറിയിട്ട് എന്താ പരിപാടി? ബീച്ചിൽ പോവാം, വെറുതെ കുത്തിക്കണ്ട, ബീച്ചിൽ പോയിട്ട് വരാം. പക്ഷേ കൈസേ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ബീച്ചുകളിലെ വഴി അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക നോക്കാം. എന്തായാലും ചെയ്യുക വെച്ചാൽ നമ്മൾ റൗണ്ട് അടിച്ച് നോക്കാം. ബീച്ചിൽ എത്തിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം. നമുക്ക് നമ്മളെ കാറെടുത്ത് പോവാം. അവിടെ എന്താ പറ്റി? എന്തോ ആക്സിഡൻ്റ് ആണല്ലോ. സ്ലോ ഒക്കെ ഒരു ആക്സിഡൻറ്റാ. എൻ്റെ ബാഗത്ത് സൈലൻസറുടെ ആ ഭാഗമുള്ളിടത്തൊക്കെ പൊട്ടീന്. ഡ്യൂക്കാണത്. ഏതായാലും നമുക്കെന്താ. ഇവിടെ പുതിയ പമ്പൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ ഇറങ്ങിയ? അതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഏതായാലും കാണാൻ ഡിങ്കുവിൻ്റെ വീടാണല്ലോ. കുറേ കാലമൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് റൗണ്ടൊക്കെ അടിക്കുന്നുണ്ട്. റൗണ്ടൊക്കെ അടിച്ച് മതിയായി എനിക്കിപ്പോൾ. ഡിങ്കുവിൻ്റെ വീടാകെ അവിടെ പൂട്ടി പിടിച്ചു. കാലങ്ങളായി ഇതിങ്ങനെ എത്ര നേരം വെച്ചിട്ടാ ഇങ്ങനെ റൗണ്ട് അടിക്കുക? പോയിട്ട് കാര്യമില്ലല്ലോ. ഇതെന്താ കാട്ടുക? ആരാണെങ്കിലും ചോദിച്ചു നോക്കിയാലോ? ഈ പെണ്ണുങ്ങളോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അയാളോട് ചോദിച്ചു നോക്കാം. അങ്ങോട്ട് എടുക്കുക. ഒരു വണ്ടിയില്ല. വണ്ടിന്ന് ഇറങ്ങി ആളോട് ചോദിച്ചു നോക്കാം. ഇവിടെ ആവുമ്പോട്ടുണ്ട്. അതെ, ഈ ബീച്ചുകൾ ഏതാ? ബ്ലൂ ബീച്ചല്ലേ? റേഷാസിന്റെ നേരെ പോവാ. അപ്പോൾ അവിടെ എത്തിപ്പോയി. കുറച്ച് തിരക്കുണ്ട്, മാറിക്കോ. ഓക്കെ, തിരക്കാണെങ്കിൽ പോയിക്കോളി. അങ്ങനെ അയാൾ വഴി പറഞ്ഞു നമുക്ക് പോയേക്കാം. അയാൾ പറഞ്ഞ വഴി അനുസരിച്ച് നമുക്ക് പോയേക്കാം. അയാൾ പറഞ്ഞ ഞങ്ങളൊക്കെ കിട്ടിയില്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ അതിലോട്ട് നേരെ പോവാം. ഇതെന്ത് റെയിൽവേ ട്രാക്ക് റോട്ടുമ്പോൾ കൂടെ ഉണ്ടല്ലോ. നല്ല കുലുങ്ങും കിട്ടുമോ? നല്ല സുഖമുണ്ട് ഞാൻ ചാടി കളിച്ചാൽ. നമ്മളെ കാര്യത്തിൽ നടക്കാം. ഇവിടുന്ന് നേരെ പോകാനല്ലേ പറഞ്ഞു. നേരെ പോയേക്കാം. ഇതെന്താ ജുറാസിക് പാർക്കിൻ്റെ ഡോറാണെന്നുണ്ട്. ജുറാസിക് പാർക്ക് നയമ എഴുതിച്ചു. അങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മളത് ബീച്ച് എത്തിയിരിക്കുന്നു. നീ ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാം. നേരത്തെ അറിഞ്ഞ ഈ അടുത്ത പണി എന്താ വെച്ചാൽ ഡ്രസ്സ് മാറ്റുക. എവിടുന്നാണെന്നോ ഇവിടുന്ന് മാറ്റാം. ഇവിടേക്ക് എങ്ങനെയാ ഇപ്പോൾ കയറുക? ചാടി കയറണം. ഏതായാലും ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഒന്ന് കുളിച്ച് തരാം. നല്ല രസമുണ്ട് കേട്ടോ ബ്ലൂസി കാണാൻ. വെള്ളം കണ്ടിട്ട് നീന്താൻ പൂതിയുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ട് വരാം. കൈയൊക്കെ വേദനയാണ്. കുറേ ദൂരം നീന്തിട്ടണമെന്നുണ്ട്. മേല് കൊള്ളണം. മുണ്ടെടുത്തതിനോട് ഭാഗ്യം. തുടച്ചിറങ്ങാം. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിനി. പുറത്തൊക്കെ നല്ല ചൂടുണ്ടായതുകൊണ്ട് വണ്ടിയിൽ AC ഇട്ടതാ. അങ്ങനെ
അങ്ങനെ ഏതായാലും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകാം. എന്ത് സുഖം, തണുക്കിന്. എ സിൻ്റെ സ്പീഡ് കുറച്ച് കുറക്കാം. ഈ വണ്ടിക്ക് നല്ല ഡ്രിഫ്റ്റിംഗ് ഉണ്ട്. ടയർ തേഞ്ഞു ഒരു സംശയം. ടയറൊന്ന് മാറ്റേണ്ടി വരും. അങ്ങനെ ജിറാസ്റ്റിക് പാർക്കിൻ്റെ ഡോറ് തേ നമ്മൾ കടന്നിരിക്കുന്നു. റെയിൽവേ ട്രാക്ക് മെല്ലെ ചാടി കയറാം. നല്ലോണം ചാടുണ്ടല്ലോ വണ്ടി. എന്താടാ എന്തിപ്പോൾ സംഭവിച്ചത്? വണ്ടീൻ്റെ ഷോക്ക് ഓഫർ കുറച്ച് കുറവാ. വണ്ടി കുറച്ച് മാറ്റാണ്ട്. പെട്ടെന്നൊരു ജീപ്പ് വാങ്ങണം നല്ലത്. എൻ്റെ ജീപ്പ് കാണാതെ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒരു ജീപ്പ് വാങ്ങണമെങ്കിൽ അതേ കളർ നീല വാങ്ങിയേക്കാം. അങ്ങനെ ഏതായാലും നമ്മളെ വീടെത്തി. ഈ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഈ വണ്ടി ഏതായാലും ഓൻ്റെ വീട്ടിൽ നിന്ന് വെച്ചിട്ട് ജീപ്പ് വാങ്ങിയിട്ട് പോരാ. ഇല്ലല്ലോ, ഞാൻ കുറച്ച് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. വീഡിയോസിന് ലൈക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും പാർട്ട് 4 കാണാം. ബൈ.